ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരിക്കൽ ഒരു ചൈനീസ് കർഷകൻ്റെ കുതിര ദൂരേക്ക് ഓടിപ്പോയി. അന്ന് വൈകുന്നേരം അയൽവാസികളെല്ലാം വന്ന് സംഭവത്തിൽ പരിതപിക്കാൻ തുടങ്ങി. കുതിര ഓടിപ്പോയതിൽ തങ്ങൾക്കും ദുഃഖമുണ്ട്, എന്തൊരു ദൗർഭാഗ്യമാണിത്. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. എന്നാൽ പിറ്റേ ദിവസം കുതിര 7 കാട്ടുകുതിരകളോടൊപ്പം മടങ്ങിയെത്തി. അന്നും ആളുകൾ കൂടി. എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ മാറിയത്? നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായി, എന്തൊരു ഭാഗ്യമാണിത്. അപ്പോഴും കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ കർഷകൻ്റെ മകൻ തെറിച്ചു വീഴുകയും കാലൊടിയുകയും ചെയ്തു. അപ്പോൾ അയൽക്കാർ പറഞ്ഞു, ഇത് വളരെ കഷ്ടമായിപ്പോയി. അപ്പോൾ കർഷകൻ പ്രതികരിച്ചത് ആയിരിക്കാം എന്ന് മാത്രമാണ്. അതിനടുത്ത ദിവസം യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി. കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകൻ്റെ മകനെ അവർ കൊണ്ടുപോയില്ല. വീണ്ടും അയൽക്കാരെല്ലാം ചുറ്റുകൂടി. അത് വളരെ നന്നായി എന്ന് അഭിപ്രായപ്പെട്ടു. അപ്പോഴും കർഷകൻ പ്രതികരിച്ചു, ആയിരിക്കാം എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും നിഷ്പക്ഷമാണ്. അവയെ നല്ലത് മോശം എന്ന മുൻധാരണയോടെ ഒരിക്കലും നാം സമീപിക്കരുത്. ഓരോന്നിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നല്ലതാണോ മോശമാണോ എന്ന അർത്ഥം നാം കൽപ്പിച്ച് നൽകുന്നത്. ഒരു സംഭവത്തിന് നാം നെഗറ്റീവ് ലേബൽ നൽകുമ്പോൾ നമ്മുടെ തന്നെ ബോധം നമുക്ക് നൽകുന്നത് വേദനയാണ്. കർഷകൻ്റെ കഥ വരച്ചു കാട്ടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ നെഗറ്റീവ് കാഴ്ചപ്പാടോടെ നോക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സർവ്വവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാണ്. ആ ദൈവം സകലവും നമുക്ക് നന്മയ്ക്കായി നൽകി തരുന്നു എന്നുള്ള ഉത്തമ വിശ്വാസത്തോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടുന്നതൊക്കെയും ദോഷത്തിനാണെന്നൊരിക്കലും ചിന്തിക്കുവാനിടയാകരുതേ. കഥയിൽ ഞങ്ങൾ കേട്ടതുപോലെ എല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്കായി ചെയ്യുന്നതായ ഒരു ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എല്ലായ്പ്പോഴും വിശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.